പക്ഷേ അവിടുത്തെ ഭരണം ആരും ചർച്ച ചെയ്യുന്നില്ല. അവിടെ എത്ര ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയാണ്. അവരെ തട്ടം ഒന്ന് താഴെ വീണു. അത് ക്യാമറയിൽ വന്നു. ആ സ്ത്രീയെ ബാക്കിൽ പിന്നെ അവർ മെസ്സേജ് കൊടുത്തു. പിന്നെ പോലീസ് ബാക്കിലേ പോയി വെടിവെച്ചു. 13 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചില്ല ശിക്ഷയുമാണ്. ഇറാനിലുള്ള ആളുകൾ ഇപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലോ. കാരണം മതപരമായ ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ആൾക്കാർ ഒരു മെജോറിറ്റി, ഞാൻ ചോദിക്കുകയാണ്, ഒരു റെജിം ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടോ? മെജോറിറ്റി ആളുകൾ മതത്തിൽ നിന്ന് വിട്ടുപോകാൻ അവർ താല്പര്യമില്ല. മുസ്ലിം മതത്തിൽ നിന്ന് മാറുന്നവർക്ക് താല്പര്യമില്ല. പക്ഷേ ലിബറേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരെ എൻജോയ് ചെയ്തിരുന്നു. ആ ജനത അത് എൻജോയ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അതവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമൂഹം, പ്രത്യേകിച്ച് ന്യൂജനെ നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റില്ല. അവർ ഇതെല്ലാം മതത്തിന് അതീതം. ഇപ്പോൾ എഐയുടെ യുഗമാണ്. പക്ഷെ ഇപ്പോൾ ആക്ച്വലി ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അത് ഇവിടെ ചർച്ചയാവുന്നു. എന്തിന് ഇത്രയും പേരെ കൊന്നൊടുക്കി എന്നൊരു ചോദ്യം വരുന്നു, വിച്ച് ഇസ് വെരി വാലിഡ് ആൻഡ് റെലവൻറ്റ്. പക്ഷേ അവിടുത്തെ ഭരണം ആരും ചർച്ച ചെയ്യുന്നില്ല. അവിടെ എത്ര ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയാണ്. അവിടെ ഉണ്ടായ ഒരു കേസ് ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, റേപ്പ് ചെയ്തൊരു സ്ത്രീ തിരിച്ചു കൊന്നപ്പോൾ ആ സ്ത്രീയെ കൊന്നു കളഞ്ഞു. ഇത്തരം നിയമങ്ങളൊക്കെ പ്രിവലന്റ്. മാത്രമല്ല, ഒരു സ്ത്രീ കാറിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ, ബാക്കിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ അവരെ തട്ടം ഒന്ന് താഴെ വീണു. അത് ക്യാമറയിൽ വന്നു. ആ സ്ത്രീയെ ബാക്കിൽ പിന്നെ അവർ മെസ്സേജ് കൊടുത്തു. പിന്നെ പോലീസ് ബാക്കിലേ പോയി വെടിവെച്ചു. അവർ കുറേ കാലം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ 500ഓളം മനുഷ്യാവകാശ പ്രവർത്തകരെങ്കിലും കുറേ വർഷങ്ങളായിട്ട് ആര് കൊന്നിട്ടുണ്ട്? ഇറാൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഒരു മതരാജ്യം എന്നതിനപ്പുറം നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ ഇറാൻ ചെയ്യുന്നുണ്ട്. 30 വയസ്സുള്ള ചെറിയ കുട്ടികളെയൊക്കെ കല്യാണം കഴിക്കുന്നു. 13 വയസ്സായിരുന്നു അത് ഇദ്ദേഹം വരുന്നത്. 79 വരെ 13 വയസ്സായിരുന്നു പ്രായം, കല്യാണപ്രായം. ഇവരെന്ത് ചെയ്തു? അതിനെ കുറച്ചു എന്ന് മാത്രമല്ല, 13 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചില്ല ശിക്ഷയുമാണ്. ചെറിയ കുഞ്ഞുങ്ങളെ, പ്രായമാകാത്ത കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അവർ തയ്യാറുള്ള, അല്ല അത് ചെയ്തില്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞ് ജയിലിൽ പിടിച്ചിടുന്ന ഒരു മതവ്യവസ്ഥ. അവർ നബി ഏതോ പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നു എന്നാണ് പറയുന്ന ന്യായം അതിനകത്ത്. അത് വേറെ കഥയാണ്. അത് ഈ കഥയായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ അവരിങ്ങനെ പറയുകയാണ്, നബി ചെറിയ കുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന. പക്ഷേ നമ്മളത് മനസ്സിലാക്കും. ഒന്ന് കോണ്ടസ്റ്റ് വേറെ, കാലം വേറെ, സമയം വേറെ, ഒക്കെ പല കാലഘട്ടമാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പെൺകുട്ടികളെ ആവട്ടെ, സ്ത്രീകളെ ആകട്ടെ, മനുഷ്യാവകാശ പ്രവർത്തകരാകട്ടെ, വലിയ തോതിലാണ് അത് അവർ ചെയ്യപ്പെട്ടത്.